ഹായ്, ഞാൻ റിയാസ് ബിൻ ഉബൈദ്. ഇന്ന് ഓരോ മാതാപിതാക്കൾക്കും മക്കളെ ഓർത്ത് ആദിയാണ്. അതിന് കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന പെരുമാറ്റ വൈകല്യങ്ങളും അവരിൽ ഉണ്ടാകുന്ന അക്രമവാസനയും ആത്മഹത്യാ പ്രവണതയും ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗവും ഒക്കെ തന്നെയാണ്. ചോദിക്കുന്നതെല്ലാം കൊടുത്ത് ഓമനിച്ച് ലാളിച്ച് വളർത്തിയ മക്കളുടെ ഇന്നത്തെ അവസ്ഥ ഓർത്ത് പൊട്ടി കരയുന്ന ഒരുപാട് മാതാപിതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നല്ല വ്യക്തിത്വമുള്ള നമുക്ക് ഉപകാരപ്രദമാകുന്ന മക്കളായിട്ട് നമ്മുടെ മക്കളെ എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും. നല്ല വ്യക്തിത്വമുള്ള മക്കളാകണമെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കുറച്ച് സമയം കുട്ടികളുമായിട്ട് ചെലവഴിക്കുക എന്നതാണ്. അതായത് ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും കുട്ടികളുമായിട്ട് പൂർണ്ണമായിട്ടും അവരെ കേൾക്കുവാനും അവരുമായിട്ട് കളിക്കുവാനും അവരോടൊപ്പം സംസാരിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ല എങ്കിൽ അതിന് ശേഷമോ മക്കളുമായിട്ട് അല്പനേരം ഇരുന്ന് സംസാരിക്കണം. ആ സമയത്ത് അന്നത്തെ ദിവസം അവരിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അവരിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, ആ ദിവസം എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുമായിട്ട് സംസാരിച്ച്, അതായത് വളരെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ മുഖമൊന്ന് മാറിയാൽ പോലും അവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ ഉള്ളിലെ മാനസികാവസ്ഥ മനസ്സിലാക്കുവാൻ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ മാനസിക പ്രയാസങ്ങളോ വരുന്ന സമയത്ത് അത് മാതാപിതാക്കൾ എന്ത് ചെയ്യണം? അത് ക്രിയാത്മകമായിട്ട് പരിഹരിക്കുവാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കണം. പലപ്പോഴും മാതാപിതാക്കൾ പ്രശ്നങ്ങൾ വരുമ്പോൾ, കുട്ടികൾക്കൊരു പ്രയാസം വരുമ്പോൾ ആ പ്രശ്നത്തെ പർവ്വതീകരിച്ച് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറാണ് പതിവ്. ഉദാഹരണം പറഞ്ഞാൽ, മക്കളൊരു പ്രശ്നം നമ്മളോട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു പ്രയാസം നമ്മളോട് പറയുന്ന സമയത്ത് ആ പ്രശ്നത്തെ സംബന്ധിച്ച് അവരോട് ചൂടാകുവാനും ദേഷ്യപ്പെടുവാനും അല്ലെങ്കിൽ ആ പ്രശ്നം പറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുവാനോ ആണ് നമ്മൾ കൂടുതലും ശ്രമിക്കാറ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതിന് പകരം അതിനെ രമ്യമായിട്ട് അതിനെ പരിഹരിച്ചുകൊണ്ട് എന്തുണ്ടെങ്കിലും ധൈര്യമായിട്ട് നമ്മളോട് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളോട് ഒച്ചത്തിൽ സംസാരിക്കുക എന്നത്, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുക എന്നത്. ഇന്നത്തെ പല മാതാപിതാക്കളുടെയും ഒരു തെറ്റായ ചിന്തയാണ് കുട്ടികളോട് ഒച്ച വെച്ച് കഴിഞ്ഞാൽ അവർ ഭയപ്പെട്ട് അനുസരണയുള്ളവരായി മാറുമെന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല അനുസരണയുള്ള മക്കളെ വളർത്തിയെടുക്കുവാൻ വേണ്ടി അവരോട് ഷൗട്ട് ചെയ്യുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കുകയോ അവരെ ഭയപ്പെടുത്തുകയോ അല്ല വേണ്ടത്. സൗമ്യമായി സ്നേഹത്തോടു കൂടി സാഹചര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെ നിങ്ങൾ ഭയപ്പെടുത്തി വളർത്തി കഴിഞ്ഞാൽ, അതായത് ഷൗട്ട് ചെയ്തോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞോ ഭീഷണിപ്പെടുത്തിയൊക്കെ നിങ്ങൾ ഭയപ്പെടുത്തി വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ മക്കളിൽ ധൈര്യം കുറയുകയും അതിൻ്റെ ഫലമായിട്ട് അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യും. നമുക്കറിയാമല്ലോ, എല്ലാ മനുഷ്യർക്കും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിജയത്തിലേക്ക് കടക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മവിശ്വാസം എന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളും. ആ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം കൂടിയാണ് ആത്മവിശ്വാസം എന്നത്. അപ്പോൾ ആത്മവിശ്വാസം തകരുന്ന രീതിയിലുള്ള സംസാരങ്ങളോ ഭീഷണിപ്പെടുത്തലോ ഒന്നും തന്നെ നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കുട്ടികളിൽ എന്തെങ്കിലും തെറ്റുകൾ കാണുകയോ എന്തെങ്കിലും അബദ്ധം കാണിക്കുകയും ചെയ്യുന്ന സമയത്ത് മോശപ്പെട്ട ചീത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്യുന്ന ഒരു രീതി. ഉദാഹരണം പറഞ്ഞാൽ പൊട്ടൻ, മണ്ടൻ, മരമണ്ടൻ, പിന്നെ പറയാൻ പാടില്ലാത്ത മറ്റു വാക്കുകൾ, ഇങ്ങനെയുള്ള രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ അഭിസംബോധന ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. ഇങ്ങനെ മാതാപിതാക്കൾ വിളിക്കുമ്പോൾ കുട്ടികൾ ഒരിക്കലും അതിനെ തമാശയായിട്ട് എടുക്കാറില്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, അവരുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഒരു കാര്യം ചെയ്യുവാൻ അറിയാത്ത ഒരു മണ്ടനായിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടനാണ് താനെന്നാണ്. ചില കുട്ടികൾ കുറച്ചുകൂടി കടന്ന് ചിന്തിക്കും, മണ്ടനായതുകൊണ്ട് എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നും ഞാൻ പഠിച്ചിട്ടൊരു കാര്യവുമില്ല, പഠിച്ചാൽ തന്നെ ഓർമ്മയിൽ നിൽക്കില്ല എന്നൊക്കെ എന്ത് ചെയ്യും, ഈ കുഞ്ഞുങ്ങൾ ചിന്തിച്ചെടുക്കുവാൻ സാധ്യതയുണ്ട്. ഇവിടെ റോൾ മോഡലും അതുപോലെ തന്നെ പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ നൽകേണ്ട മാതാപിതാക്കൾ തന്നെ കുട്ടികളെ മണ്ടനാണ് എന്നും പൊട്ടനാണ് എന്നും
മുദ്ര കുത്തുമ്പോൾ അവർ അങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇനി ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ കുട്ടികളിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ദുഃഖിച്ചിട്ടോ അല്ലെങ്കിൽ എത്രമാത്രം പ്രോത്സാഹനം നൽകിയിട്ടും ഒരു കാര്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് നേരെയുള്ള അനാവശ്യ ചീത്ത വാക്കുകൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, മിക്ക വീടുകളിലും മാതാപിതാക്കളും മക്കളും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. മാതാപിതാക്കൾ വഴക്ക് പറയുന്ന സമയത്ത് മക്കൾക്ക് ഒരു പക്ഷേ അത് പിണക്കമായി മാറുകയും അത് ദേഷ്യപ്പെടുകയും പിണങ്ങിക്കിടക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് ആ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ ആ കുട്ടികളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കളെ വഴക്ക് പറഞ്ഞിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്തെങ്കിലും എന്തിനാണ് വഴക്ക് പറഞ്ഞത് എന്നും എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ പറയുവാനുള്ള സാഹചര്യമെന്നും വളരെ വ്യക്തമായിട്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞ് വളരെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് ശേഷം കെട്ടിപ്പിടിച്ചിട്ട് ഒരു ചുംബനം നൽകി സന്തോഷത്തോടു കൂടി മാത്രമേ നമ്മുടെ മക്കളെ ഉറക്കുവാൻ വേണ്ടി കിടത്താവുള്ളൂ അല്ലെങ്കിൽ ഉറങ്ങാൻ വിടാൻ പാടുള്ളൂ. അത് അവർക്ക് സന്തോഷത്തോടു കൂടി ഉറങ്ങുവാനും വളരെയേറെ സന്തോഷത്തോടു കൂടി ഉണരുവാനും സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, പല മാതാപിതാക്കളും കാണിക്കുന്ന വലിയൊരു അബദ്ധമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം മക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. പഠിക്കുവാൻ മോശമാണ്, അവൻ കളവ് പറയും, ചെറിയ ചെറിയ കുരുത്തക്കേടുകളൊക്കെ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള ചില വാക്കുകൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരോട് കുട്ടികളെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ അതിൻ്റെ പേരിൽ അവരെ കളിയാക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകുവാനും അവർ അമിതമായിട്ട് ദേഷ്യപ്പെടുവാനും അമിതമായിട്ട് വാശി കാണിക്കുവാനുമൊക്കെ തുടങ്ങും. മാത്രമല്ല മാതാപിതാക്കളോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുവാനും ഇതൊക്കെ കാരണമാകാറുണ്ട്. ഒരു കാരണവശാലും അതുകൊണ്ട് കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്തുവാൻ പാടില്ല. മറ്റുള്ളവരോട് കുട്ടികളുടെ കുറ്റങ്ങൾ പറയാനോ അല്ലെങ്കിൽ ആ രീതിയിൽ കളിയാക്കുവാനോ ഒരു മാതാപിതാക്കളും ശ്രമിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം മക്കളുമായിട്ട് ഷെയർ ചെയ്യുക എന്നത്. പലപ്പോഴും മാതാപിതാക്കൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും തന്നെ മക്കളെ അറിയിക്കുവാൻ ശ്രമിക്കാറില്ല. ഉദാഹരണം, നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബമാണ് എങ്കിൽ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന എല്ലാം വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നും കുട്ടികളെ ബോധ്യപ്പെടുത്താതിരിക്കുകയും ചെയ്യുമ്പോൾ ആ വീട്ടിൽ വളരുന്ന കുട്ടികൾ വളർന്നു വലുതാകും തോറും പുതിയ പുതിയ ആവശ്യങ്ങളുമായിട്ട് മാതാപിതാക്കളെ സമീപിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മാതാപിതാക്കൾ സ്വാഭാവികമായിട്ടും മക്കളോട് ദേഷ്യപ്പെടുകയും അത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വഷളാകുവാനും കുഞ്ഞുങ്ങളിൽ വാശി ഉണ്ടാകുവാനും ദേഷ്യമുണ്ടാകുവാനും ഒക്കെ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സന്തോഷമായാലും സങ്കടമായാലും പ്രയാസമായാലും പ്രതിസന്ധി ആയാലും നമ്മുടെ മക്കളെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്ക്. മക്കൾ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണിത്. അതായത് ഒരു രക്ഷിതാക്കളും തിരിച്ചറിയേണ്ട വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മാതാപിതാക്കൾ തമ്മിൽ വഴക്കിടുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മുറിവുകൾ ഉണ്ടാകുന്നത് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലാണ് എന്നുള്ളത്. അതായത് കുട്ടികളേറെ ഇഷ്ടപ്പെടുകയും റോൾ മോഡൽ ആക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന തൻ്റെ മാതാവും പിതാവും തമ്മിൽ കലഹമുണ്ടാകുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ദേഷ്യവും വാശിയും അനുസരണക്കേടുമെല്ലാം കുട്ടികൾ പകർത്തിയെടുക്കുവാൻ ശ്രമിക്കും. അത് കുഞ്ഞുങ്ങൾ സ്കൂളിലും മറ്റു കളിസ്ഥലങ്ങളിലും പ്രകടിപ്പിക്കുകയും അവർ മറ്റുള്ള കുട്ടികളുമായിട്ട് വഴക്കാളികളാകുകയും ചെയ്യും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ, അതായത് മാതാവും പിതാവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ അത് കുട്ടികളില്ലാത്ത സമയത്ത്, അതല്ല എങ്കിൽ നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ തീർക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള അതിരില്ലാത്ത സ്നേഹമാണ് കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കേണ്ടത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കുട്ടികളിൽ സ്വഭാവം സംബന്ധമായിട്ടും പെരുമാറ്റ സംബന്ധമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരോട് ദേഷ്യപ്പെടുകയോ കുറ്റപ്പെടുത്തുകയോ അടിച്ചമർത്തുവാൻ ശ്രമിക്കുകയോ അല്ല ചെയ്യേണ്ടത്. പകരം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടെത്തിയതിനു ശേഷം അതിന് പരിഹാര നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ നിങ്ങളുടെ കയ്യിൽ നിന്നും പണം മോഷ്ടിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ അവരോട് തുറന്ന് സംസാരിക്കണം, എന്തുകൊണ്ട് പണം എടുത്തു എന്ന്, എന്ത് ആവശ്യത്തിന് വേണ്ടി എടുത്തു എന്ന്. ഇത് മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് പിള്ളേരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ മോശം വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അവരോട് എന്തിനാണ് മോശം വാക്ക് ഉപയോഗിച്ചത് എന്ന് കൃത്യമായിട്ട് ചോദിക്കുകയും അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്നും ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്നത് എന്നും കൃത്യമായിട്ട് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് പകരം നമ്മൾ അവരോട് ദേഷ്യപ്പെടുകയും അടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ വീണ്ടും അത് ആവർത്തിക്കുകയുള്ളൂ.
മറ്റൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, മക്കളെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല എന്നത്. നമ്മുടെ സ്വന്തം വീട്ടിലെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കളുമായിട്ടോ ഒരു കാരണവശാലും മക്കളുടെ കഴിവുകൾ നോക്കി നിങ്ങൾ അവരെ താരതമ്യം ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ അവനെപ്പോലെ നീ ആകണമെന്നും അവൻ്റെ കഴിവുകൾ നിനക്ക് കിട്ടണമെന്നും ഒരിക്കലും നമ്മൾ വാശി പിടിക്കുവാൻ പാടില്ല. കാരണം ലോകത്ത് ഓരോ വ്യക്തിക്കും ഓരോ കഴിവുകളായിരിക്കും. അതിനൊരു ഉദാഹരണം നിങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ കാണാം. അതായത് നിങ്ങൾക്ക് 2 മക്കളുണ്ട് എങ്കിൽ അല്ലെങ്കിൽ 2-ലധികം മക്കളുണ്ട് എങ്കിൽ അവർക്ക് വ്യത്യസ്ത സ്വഭാവമായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹമായിരിക്കും, വ്യത്യസ്ത ചിന്തകളായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റുള്ള കുട്ടികളുമായിട്ട് നമ്മുടെ മക്കളെ താരതമ്യം ചെയ്യാൻ പാടില്ല. അവരുടെ കഴിവുകൾ എന്താണോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അങ്ങനെ കുട്ടികളെ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികളിൽ വൈരാഗ്യ ബുദ്ധിയും മറ്റു സുഹൃത്തുക്കളോട് ദേഷ്യവും വിദ്വേഷവുമൊക്കെ ഉണ്ടാകുവാൻ കാരണമാകുമെന്നുള്ളതാണ്. മറ്റൊന്നാണ്, നമ്മുടെ വീട്ടിൽ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് രമ്യമായിട്ട് പരിഹരിക്കുവാൻ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്നത്, ചേട്ടനും അനിയനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ, അത് എന്ത് പ്രശ്നവുമായിക്കോട്ടെ, അങ്ങനെ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ആരാണ് തെറ്റ് ചെയ്തത് എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. മറിച്ച് മൂത്ത ആളെ ആയിരിക്കും പലപ്പോഴും നമ്മൾ വഴക്ക് പറയുന്നത്, അടിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ആരാണോ തെറ്റ് ചെയ്തത് അവരെ കൃത്യമായിട്ട് തിരുത്തുകയാണ് വേണ്ടത്. എന്നാൽ പലപ്പോഴും ഇളയ കുട്ടി തെറ്റ് ചെയ്താൽ പോലും ശിക്ഷ കിട്ടുന്നത് മൂത്ത കുട്ടിക്കായിരിക്കും. ഒരു കാരണവശാലും ഈ ഒരാൾ ചെയ്ത തെറ്റിന് എല്ലാവരെയും കൂടി വഴക്ക് പറയുവാനും ശിക്ഷിക്കുവാനും പാടില്ല. ആരാണോ തെറ്റ് ചെയ്തത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരാൾ ചെയ്ത തെറ്റിന് എല്ലാവരെയും കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാത്ത കുട്ടി ചിന്തിക്കുന്നത് നല്ലവനായിരുന്നിട്ട് ഒരു കാര്യവുമില്ല, എന്ത് കാര്യമാണുള്ളത്, നിരപരാധിയാണെങ്കിലും ശിക്ഷിക്കപ്പെടും, വഴക്ക് കേൾക്കേണ്ടി വരും, അതുകൊണ്ട് നല്ലവനായിരിക്കേണ്ട കാര്യമില്ല എന്ന് ഒരു കുഞ്ഞ് ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവൾ വീട്ടിൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളുമായിരിക്കും പിന്നീട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത്, ആരാണ് തെറ്റ് ചെയ്തത് അവരെയാണ് തിരുത്തേണ്ടത്, അതല്ലാതെ എല്ലാവരെയും കൂടിയല്ല. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുട്ടികളെ വളർത്തുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ നന്മയുള്ള, അനുകമ്പയുള്ള, സ്നേഹമുള്ള മാതാപിതാക്കളോടും വീടിനോടും സമൂഹത്തോടുമെല്ലാം പ്രതിബദ്ധതയുള്ള മക്കളായി വളർത്തുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ഉപകാരപ്രദമാകുന്ന മക്കളാകട്ടെ എന്ന് ഉണർത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.